ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മനീസ് ഡയറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഒരു കൊറിയൻ മിനി സൂപ്പർ മാർക്കറ്റാണ്. നമ്മൾ അനന്തപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോഴത്തേക്കും അവിടെയാണ് ഈ കിയ മോട്ടോഴ്സിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളത്. അപ്പോൾ അവരുടെ ക്യാമ്പസും അവരുടെ യൂണിറ്റും മാനുഫാക്ചറിങ് യൂണിറ്റും ഒക്കെ അവിടെയാണ് ഉള്ളത്, ഇന്ത്യയിൽ ഉള്ളത്. അതായത് കാർ പ്രൊഡക്ഷൻ നടക്കുന്നത് ഇവിടെയാണ്, ഈ പ്ലേസിലാണ് നടക്കുന്നത്. അപ്പോൾ ആ ക്യാമ്പസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് ഏകദേശം ഒരു 536 ഏക്കർ വരുന്ന ഒരു ക്യാമ്പസാണ്. അപ്പോൾ അവിടെ ഒരുപാട് സൗത്ത് കൊറിയൻസ് ഒക്കെ ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അവരുടെ ഒരു കമ്മ്യൂണിറ്റിയും അവരുടെ റെസ്റ്റോറൻറ്റ്സും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ്സും ഒക്കെ അതിനകത്ത് തന്നെയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അവർ അതിൻ്റെ പുറത്തൊക്കെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാനൊക്കെ വരുവാണെങ്കിൽ അവർ വരുന്ന ചില സൂപ്പർ മാർക്കറ്റ്സ്, മിനി സൂപ്പർ മാർക്കറ്റ്സും ഇവിടെ ഉണ്ട്. അത് പ്യുവറായിട്ടുള്ള കൊറിയൻ മാർക്കറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല, സൂപ്പർ മാർക്കറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല. മിക്സ്ഡ് ആയിട്ടാണ്. ഇന്ത്യൻ കുറേ ഫുഡ് ഐറ്റംസും ഉണ്ട്, അവരുടെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള കൊറിയൻ ഫുഡ്സും ഉണ്ട്. അപ്പോൾ സോൾ സ്റ്റോർ എന്നാണ് ഈ മിനി സൂപ്പർ മാർക്കറ്റിൻ്റെ പേര്. അപ്പോൾ ജസ്റ്റ് ഇതൊരു കുഞ്ഞൊരു സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊറിയൻ സീരീസ് ഒക്കെ കണ്ട് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് അവിടെ അതായത് നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള കൈൻഡ് ഓഫ് ഡ്രിങ്ക്സ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ കുറേ ചോക്ലേറ്റ്സ് ആണ്, പല ടൈപ്പ് ഓഫ് ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു. ചില ചോക്ലേറ്റ്സിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ 2-3 ടൈപ്പ് ഓഫ് ചോക്ലേറ്റ്സ് ഒക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു. കുറച്ച് നല്ല ചോക്ലേറ്റൊക്കെ നമ്മൾ വാങ്ങിച്ചു. ആൽമണ്ടിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പലതരത്തിലുള്ള പൊടികൾ നമുക്കിവിടെ കാണാൻ പറ്റും. അവരുടെ ഫ്ലോഴ്സ് ഞാൻ പറഞ്ഞല്ലോ, അവർ യൂസ് ചെയ്യുന്ന നമ്മുടെ മോമോസൊക്കെ പോലെ അവരെന്തൊക്കെയോ റൈസ് ബോൾസ്, അതുപോലെ തന്നെ ചിക്കൻ വിങ്സ്, സീവീഡ്സ്, ഓരോ സൂപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പല പല സാധനങ്ങൾ, അവരുടെ ഡ്രൈഡ് ഫിഷ്, അതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതിനകത്താണെങ്കിൽ നമുക്ക് കൊറിയൻ ടൈപ്പ് ഓഫ് പാത്രങ്ങളൊക്കെ കാണാൻ പറ്റും. കണ്ടോ അവർ യൂസ് ചെയ്യുന്ന പൊറിച്ചെല്ലാം വയ്ക്കുന്ന പാത്രം, അങ്ങനെ പല ഡിസൈൻസ് ഇവിടെ കാണാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ പ്ലേറ്റ്സ് ഒക്കെ കാണുവാണെങ്കിലും കുറച്ച് വെറൈറ്റി പ്ലേറ്റ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, വെറൈറ്റി ആയിട്ടുള്ള പ്ലേറ്റ്സ്, പ്രിൻസ് ഒക്കെ കുറച്ച് വെറൈറ്റിയാണ് ഇവിടുത്തെ. കണ്ടോ ഇതിൻ്റെ പ്രിൻ്റൊക്കെ ലൈക്ക് നമ്മുടെ പ്ലേറ്റ്സ് പോലെയല്ല, സീക്കണ്ട ഇതുപോലെ ആയിരിക്കും അതിൻ്റെ പ്ലേറ്റ്സ് ഒക്കെ. പിന്നെ കുറേ ചോപ്സ്റ്റിക്സ്, അവരുടെ ഗ്ലാസ്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഗ്ലാസ്. പിന്നെ അവർ പൊറിജ് വയ്ക്കുന്ന പോട്ട്, ഇങ്ങനത്തെ അവരുടെ സൂപ്സ് ഒക്കെ വയ്ക്കുന്ന ഇങ്ങനത്തെ ഒരു പോട്ടുണ്ട്. പാത്രത്തിൻ്റെ സെക്ഷനിൽ വരുന്നത് ഇതൊക്കെയാണ് ഇവിടെ. പിന്നെ പാത്രത്തിൻ്റെ സെക്ഷനിൽ ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ ഹ്യൂമിഡിഫയേഴ്സ്, ഇവിടെ ഇങ്ങനെ നമുക്ക് ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽസ് എല്ലാം വെച്ചിട്ട് നമുക്കിങ്ങനെ കുത്തി വയ്ക്കുമ്പോൾ നല്ല സ്മെല്ലൊക്കെ വരും. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അരോമ ബേണറൊക്കെ നമ്മുടെ ആമസോണിലൊക്കെ കിട്ടുന്നതാണ്. പിന്നെ ടൈപ്പ് ഓഫ് പീലർ, നാരങ്ങ വീഴുന്ന സാധനം. പിന്നെ അടുത്ത സെഷനിൽ നമ്മൾ കണ്ടത് ഒരുപാട് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെയാണ്. അതും ഇന്ത്യൻ മിക്സ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. പക്ഷേ ആറ്റം എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഹാൻഡ് സോപ്പ്, അതുപോലെ തന്നെ സ്ക്രബ്ബ്, അതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ വേറെ നമ്മൾക്ക് കാണാൻ പറ്റിയത് കുറേ കൊറിയൻ ടൈപ്പ് ഓഫ് നൂഡിൽസുകളൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഒരു സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫുള്ള് കൊറിയൻ ഇൻസ്റ്റൻറ്റ് നൂഡിൽസൊക്കെയാണ്. അതായത് ഭയങ്കര സ്പൈസി ആയിട്ടുള്ള നൂഡിൽസ് ഉണ്ട്, അതുപോലെ തന്നെ കപ്പ് നൂഡിൽസ് ഉണ്ട്, ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിലുള്ള നൂഡിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പ്രോൺസിൻ്റെ നൂഡിൽസ്, അതുപോലെ തന്നെ അവരുടെ ടൈപ്പ് ഓഫ് ഫിഷിൻ്റെ ഇൻസ്റ്റൻറ്റ് ടൈപ്പ് ഓഫ് നൂഡിൽസ്, അങ്ങനെ ഒരുപാട് ഇൻസ്റ്റൻറ്റ് നൂഡിൽസിൻ്റെ
കാണുന്നത് കുറേ ടൈപ്പ് ഓഫ് അവരുടെ കുറേ ഓയിൽസ് ഉണ്ടല്ലോ. അവർ കുക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓയിൽസ്, അതുപോലെ തന്നെ പേസ്റ്റുകൾ, അതായത് ചില്ലി പേസ്റ്റ്, പല ടൈപ്പിലുള്ള ചില്ലി പേസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇത് ഫുള്ള് ചില്ലി പേസ്റ്റൊക്കെയാണ്. പിന്നെ അവർ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒലീവ് ഓയിൽ, ഫിഷ് ഓയിൽ, അതുപോലെ തന്നെ സോയാ സോസ്, ലൈറ്റ് ആയിട്ടുള്ള സോയാ സോസ്, ഡാർക്ക് ആയിട്ടുള്ള സോയാ സോസ്, അതുപോലെ തന്നെ സിസ്മയുടെ സീഡ് ഓയിൽ, അതായത് ഈ എള്ളിൻ്റെ ഓയിലൊക്കെ അവർ ഏറ്റവും കൂടുതൽ അവർ യൂസ് ചെയ്യുന്നത് ഓയിലെന്ന് പറയുന്ന എള്ളെണ്ണയാണ്. അതൊക്കെ നമുക്കിവിടെ കാണാം. ഇതൊക്കെ തന്നെയും ഒരുപാട് ടൈപ്പ് ഓഫ് പ്രോസസ്ഡ് ഫുഡാണ്. ഹാമുണ്ട്, ചീസുണ്ട്, പല ടൈപ്പ് ഓഫ് ചീസുകൾ കാണാൻ പറ്റും. പിന്നെ പല ടൈപ്പ് ഓഫ് ടിൻഡ് മീറ്റൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതൊക്കെ അവർ അവരുടെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങളെ ഇതെല്ലാം ഒന്ന് കാണിച്ചു തരാം. എല്ലാം കൊറിയൻ ഇതിലാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കൊറിയൻ ഫുഡ് ഐറ്റംസൊക്കെ ഫുഡ്സൊക്കെ ഇങ്ങനെ കാണുന്നത്, വ്ളോഗ്സൊക്കെ കാണുന്നവർക്ക് പെട്ടെന്ന് ഇത് എന്തൊക്കെയാണെന്ന് മനസ്സിലാവും. എനിക്ക് പാപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത് അവർ ഈ ഷീറ്റിനകത്ത്, സീവീഡിൻ്റെ ഷീറ്റിനകത്ത് വെച്ച് റോൾ ചെയ്ത് അവർ ജിം പാപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കും. അത് പ്രൊനൗൺസ് ചെയ്യുന്നത് അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമ്മളിവിടെ കണ്ടു. പിന്നെ റൈസ് നൂഡിൽസ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എന്താ പറയുക ഷേപ്സിലുള്ള നൂഡിൽസ്, അതൊക്കെയാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയായിരുന്നു കൊറിയൻ സ്റ്റോറിലെ വിശേഷങ്ങൾ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.